ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഡെക്കറേറ്റീവ് ലാംപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യം ഗ്ലാസ് പേപ്പർ എടുത്തതിന് ശേഷം അടിഭാഗത്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു കട്ടിംഗ് ടൂൾ എടുത്തതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റായി കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പേന എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഈ ഗ്ലാസ് പേപ്പർ ചുറ്റുക. എന്നിട്ട് നിങ്ങൾ ടാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ടൈറ്റാക്കി കെട്ടുക. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിൻ്റെ മേൽഭാഗം മുറിക്കുക. മുറിച്ചതിന് ശേഷം അതിൻ്റെ അടപ്പിൽ ഒരു ഓട്ട തുളയ്ക്കുക. അപ്പോൾ ഈ ഓട്ടയിലൂടെ ആ ഗ്ലാസ് പേപ്പർ ഇറങ്ങി നിൽക്കണം. അതിനുശേഷം നമുക്ക് രണ്ട് LED വേണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കളർ ചേഞ്ചിങ് LED ആണ്. അപ്പോൾ ഈ LED എടുത്തതിന് ശേഷം ഈ LEDയുടെ രണ്ട് പോസിറ്റീവ് ലീഡും രണ്ട് നെഗറ്റീവ് ലീഡും ഒപ്പം നമ്മൾ പിരിക്കുകയാണ്. അതായത് രണ്ട് നെഗറ്റീവ് ലീഡും ഒരുമിച്ച് രണ്ട് പോസിറ്റീവ് ലീഡും ഒരുമിച്ച്. അതിനുശേഷം ബാക്കി കണക്ഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ കണക്ഷൻസ് വളരെ സിമ്പിളാണ്. LEDയിൽ നിന്ന് ഒരു സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും. അപ്പോൾ സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ ഇതേ സർക്യൂട്ടിനെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം സർക്യൂട്ട്സ് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, സിമ്പിൾ സർക്യൂട്ടാണത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഈ 9 വോൾട്ട് ബാറ്ററി ഞാൻ കുറേ കാലം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് പവർ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് 9 വോൾട്ട് ആണെങ്കിൽ അപ്പോൾ LED അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സർക്യൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LED ആ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം, പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഈ LED ആ ഗ്ലാസ് പേപ്പറിൻ്റെ റോളിൻ്റെ അടിയിലേക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡെക്കറേറ്റീവ് ലാമ്പ് നിർമ്മിച്ചു കഴിഞ്ഞു. അത് വളരെ സ്റ്റൈലിഷായൊരു ഡെക്കറേറ്റീവ് ഐറ്റമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി നിങ്ങളുടെ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു ഓട്ട ഇട്ടിട്ട് ഈ LED അവിടെ ഇറക്കി വെക്കുക. അപ്പോൾ ഈ LED നിങ്ങൾ നല്ലോണം ടൈറ്റ് ആക്കണം. എന്നിട്ട് നിങ്ങൾ കുറച്ച് ഡെക്കറേറ്റീവ് പേപ്പർ എടുത്തതിന് ശേഷം അത് മുറിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ബോട്ടിലേക്ക് ഇടുക. എന്നിട്ട് ഈ ബോട്ടിലേക്ക് വാട്ടർ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളവും പെട്രോളും ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി രസമായിരിക്കും. അപ്പോൾ അതേ സെക്കൻഡ് ഡെക്കറേറ്റീവ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായ ട്രിക്സാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.